ഞാനിപ്പോൾ ഈ ടവൽ വെച്ച് എന്തിനാ കൈ തുടയ്ക്കുന്നതെന്ന് നിങ്ങൾ നോക്കുന്നുണ്ടാവും. ആക്ച്വലി ഒരു അടിപൊളി സ്കിൻ പോളിഷിംഗ് റുട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ടോട്ടലി വരുന്നത് 3 സ്റ്റെപ്സാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. വളരെ എളുപ്പമാണ് കേട്ടോ. ഇത്ര എളുപ്പത്തിൽ ഒരു സ്കിൻ പോളിഷിംഗ് റുട്ടീൻ എവിടെ നിന്നും കിട്ടില്ല. പിന്നെ നമുക്ക് പണ്ടേ മടിയായതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഒക്കെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവും. അപ്പോൾ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്, സാധാരണ വെള്ളം. അതിങ്ങനെ ഒരു ബൗളിലെടുത്തിട്ട് ഞാനിങ്ങനെ ടവലിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പൊടി അടിച്ചിട്ടുണ്ടാവും നമ്മൾ എക്സ്പോസ് ആവുന്ന ഭാഗത്ത്. ആ ഒരു എക്സ്ട്രാ പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആക്ച്വലി ഇത് നമ്മൾ കുളിക്കുന്നതിനോ മേല് കഴുകുന്നതിനോ തൊട്ട് മുന്നേ വേണം ഈ ഒരു മുഴുവൻ റുട്ടീനും ചെയ്യാനായിട്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഈ ഒരു സംഭവം ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ ഒരു ഷുഗർ സ്ക്രബാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ നല്ലതാണ് കേട്ടോ. നല്ല രീതിയിൽ സ്കിൻ പോളിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്കിൻ വൈറ്റൻ അപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ഒരു സ്പൂൺ ഷുഗർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾക്ക് കയ്യിലും കാലിലും ഫുൾ ബോഡി നിങ്ങൾക്ക് ഈ സംഭവം ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് നമുക്ക് സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയി പൊളിഞ്ഞിളകുന്ന പോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു സംഭവം, ഈ പോളിഷിംഗ് റുട്ടീൻ നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഷുഗർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു, പഞ്ചസാര. അതിനുശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒലിവ് ഓയിലൊക്കെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നവരാണ്. വേറെ ഏതെങ്കിലും നാൽപ്പാമരാതിയുടെയൊക്കെ ഓയിലുണ്ടല്ലോ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്, അത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓയിൽ ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അല്ല പറ്റത്തില്ല എന്നുള്ളവർ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഞാനിതിലോട്ട് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ആക്കണം. ഇതാണ് നമ്മുടെ ഷുഗർ സ്ക്രബ്. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ നമുക്കിപ്പം സ്കിൻ വൈറ്റൻ അപ്പ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരികയാണ്, നന്നായിട്ട് ടയേർഡായി അല്ലെങ്കിൽ വേർതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ തോർത്തോ അല്ലെങ്കിൽ ഒരു ടവലോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ബോഡി എക്സ്പോസ് ആവുന്ന ഭാഗവും വേർക്കുന്ന ഭാഗവും ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് വൈപ്പ് ചെയ്യുക. ചൂടുവെള്ളത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, നിങ്ങളുടെ സൗകര്യം. അതുപോലെ ചെയ്തതിന് ശേഷം ഈ സ്ക്രബ് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ മുഴുവനായിട്ടും നല്ല രീതിയിലൊരു സ്ക്രബ് കൊടുക്കുക. വളരെ ജെൻറ്റിലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ലെമൺ ജ്യൂസ് ചേർത്തത് കൊണ്ട് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങും നമ്മുടെ പഞ്ചസാര. അതുകൊണ്ട് ഒട്ടും ഹാർഡാവില്ല. ഓയിലായതുകൊണ്ട് സ്പീഡിൽ മെൽറ്റായി പോവില്ല. സോ നിങ്ങൾ ഓയിൽ തന്നെ യൂസ് ചെയ്യണം. പിന്നെ നന്നായിട്ട് സ്ലിപ്പറിയാണ്, കാര്യം ഓയിലാണല്ലോ, അതുകൊണ്ട് തന്നെ ഹാർഷ് ആവത്തില്ല. കുറച്ച് പഞ്ചസാരയും കൂടുതൽ ഓയിലുമാണ്. ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ആവുമല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ഭാഗത്തല്ല കേട്ടോ, ഫുള്ളും നിങ്ങൾ ഇതുപോലെ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ സോപ്പാണോ യൂസ് ചെയ്യുന്നത്, ബോഡി വാഷാണോ യൂസ് ചെയ്തത്, അത് വെച്ച് ബോഡി നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതായത് കുളിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നന്നായിട്ട് ബോഡി ഒന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് തുടയ്ക്കുക. നല്ല രീതിയിൽ തുടയ്ക്കണം. നനവ് അങ്ങനെ കൂടുതൽ സമയം നമ്മുടെ സ്കിന്നിലുള്ളത് നല്ലതല്ല. അടുത്തതായിട്ട് നമുക്കൊരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് തന്നെയാണ് മോയ്സ്ചറൈസറായിട്ടും യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് അലോവേര ജെല്ലാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുന്നത് എടുക്കാം, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ലുണ്ടല്ലോ അതെടുക്കാം. അപ്പോൾ മോയ്സ്ചറൈസിങ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതും യൂസ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ കുറച്ച് ബാക്കിയുള്ള ഈ ഒരു പതഞ്ജലിയുടെ ഇത് തീർത്തിട്ട് ഞാൻ പുതിയതെടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തുള്ളതൊക്കെ ഞാനിങ്ങനെ പിഴിഞ്ഞ് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അലോവേര ജെല്ലിന് വളരെ കളർ കുറവാണല്ലോ, അതുകൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റാത്തത്. സാരമില്ല, അപ്പം ഞാൻ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ റോസ് വാട്ടറാണ് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് റോസ് വാട്ടർ, ഒരു 5-6 ഡ്രോപ്പ് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇത്രയും തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിലും കാലിലും ഫുൾ ബോഡി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുൾ ബോഡി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എത്രയാണോ വേണ്ടത് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ വൈറ്റൻ അപ്പ് ചെയ്യാനും അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് തന്നെ കൃത്യമായിട്ട് ചെയ്തു നോക്കുക. നിങ്ങളുടെ സ്കിന്നുണ്ടല്ലോ, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര മെഴുക് പ്രതിമയിൽ തൊട്ടതുപോലെ ഇരിക്കും. അത്രയും സോഫ്റ്റ് ആൻഡ് അടിപൊളിയാവാനായിട്ട് ഈ ഒരു ബോഡി പോളിഷിംഗ് റുട്ടീൻ നിങ്ങളെ സഹായിക്കും.
അത്രയും എഫക്റ്റീവാണ്. അടുത്തതായിട്ട് ഞാനിതിലോട്ട് കുറച്ച് മാത്രം ഒരേ ഒരു ഡ്രോപ്പ് മാത്രം കുങ്കുമാതി തൈലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിലോ കയ്യിലില്ലെങ്കിലോ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. മറ്റേ 2 സാധനങ്ങൾ മാത്രം തന്നെ മതിയാവും. ഇതെൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കാര്യം എന്താ വെച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഞാനിത് മുഖത്ത് യൂസ് ചെയ്യാറില്ല, മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ബോഡിക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരെണ്ണം വാങ്ങിച്ചാൽ കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും നല്ലൊരു ഗ്ലോ പെട്ടെന്ന് കൊണ്ടുവരാനും ഡാമേജ്ഡ് ആയിട്ടുള്ള സെല്ലുണ്ടെങ്കിൽ അത് മാറ്റി നല്ലതായിട്ട് റിപ്പയർ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ ഇത് തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ സ്കിൻ പോളിഷ് ചെയ്യാനായിട്ട് ഈ ഒരു റുട്ടീൻ നിങ്ങളെ സഹായിക്കും. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ അപ്പ് ആവാനും അടിപൊളിയാവാനും ഒക്കെ സഹായിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.